ഈ ഒരു ക്വസ്റ്റ്യൻ CGL 2024 പ്രിലിംസിൽ ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യനാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നതിലൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് കുറേ പേർക്ക് കിട്ടാത്ത ക്വസ്റ്റ്യനാണ്. രണ്ട് സക്സസീവ് പേഴ്സൻറ്റേജ് ഓഫ് ഡിക്രീസ് ഓഫ് 25%. ഓക്കെ, വാട്ട് പേഴ്സൻറ്റേജ് ലെസ് ദാൻ 2 സക്സസീവ് പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഓഫ് 25%. ഇവർ ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ രണ്ട് സക്സസീവ് ഡിക്രീസ് 25%-ൻ്റെ രണ്ട് സക്സസീവ് ഡിക്രീസ് ഉണ്ടല്ലോ, ആ ഒരു പേഴ്സൻറ്റേജ് രണ്ട് സക്സസീവ് ഇൻക്രീസ് പേഴ്സൻറ്റേജ് ഉണ്ട്, ആ പേഴ്സൻറ്റേജിനേക്കാൾ എത്ര കുറവാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഡിക്രീസിൻ്റെയും ഇൻക്രീസിൻ്റെയും റേഷ്യോ എടുക്കുകയാണ്. സക്സസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. 25 + 25 മൈനസ് 25 ഇൻറ്റു 25/100 ആയിരിക്കും സക്സസീവ് ഡിക്രീസിൻ്റെ എന്ത് വരാൻ പോകുന്നത്, നെറ്റ് എഫക്റ്റീവ് പേഴ്സൻറ്റേജ് വരുന്നത്. ഇനി ഇൻക്രീസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 25 + 25 + 25 ഇൻറ്റു 25 ÷ 100 ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്കിത് ഇവിടെ വേണമെങ്കിൽ ഇത് 50 എന്ന് കൊടുക്കാം, താഴെ 50 എന്ന് കൊടുക്കാം. ഓക്കെ, എല്ലാത്തിലും 25 കോമൺ ആയിട്ടുള്ളതുകൊണ്ട് വേണമെങ്കിൽ എടുത്ത് വെട്ടിക്കളയാം. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ നിന്ന് ഒരു 25 പോവും, ഇവിടെ നിന്ന് ഒരു 25 പോവും. ദെൻ ഇത് 4 എന്ന് പറഞ്ഞെഴുതാം, ഇതും 4 എന്ന് പറഞ്ഞെഴുതാം. അപ്പോൾ 2 - 1/4 ÷ 2 + 1/4 റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് 7/9. ഇതെന്ന് പറയുമ്പോൾ സക്സസീവ് ഡിക്രീസ് ആ പേഴ്സൻറ്റേജിൻ്റെയും സക്സസീവ് ഇൻക്രീസ് ആ പേഴ്സൻറ്റേജിൻ്റെയും റേഷ്യോ ആണ്. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ഇത് ഇതിനേക്കാൾ എത്ര കുറവാണെന്നാണ്, അതായത് 2 യൂണിറ്റ് കുറവാണ്. 2 യൂണിറ്റ് കുറവാണ് ÷ 9. അപ്പോൾ ഇതായിരിക്കും ഇൻറ്റു 100 ആയിരിക്കും എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 1/9 എന്ന് പറയുമ്പോൾ 11.11 ആണ്. സോ 2/9 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 22.2222% ആയിരിക്കും.